ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖമാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഭയങ്കര ചൂടാണ്. പിന്നെ വേറെന്താണ്? ഉംറക്ക് പോയ ആളല്ലേ ഇൻഷാ അല്ലാഹ് ഇന്ന് എത്തും. ഒരു അബുദാബിയിലേക്ക് എത്തിന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. ബസ്സിന് പോയതല്ലേ. അപ്പം ഇന്നലെ അവിടുന്ന് ജുമ കഴിഞ്ഞിട്ട് കയറിയിട്ടുണ്ടാവും ബസ്സിൽ. ഇന്ന് ചിലപ്പം രാത്രി ആവുമായിരിക്കും എത്തുമ്പോ. അപ്പൊ അവർ വരുമ്പോഴത്തേക്ക് മട്ടൻ കറി വെക്കാന്ന് വിചാരിച്ച്. അങ്ങനെ മട്ടൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഉരുളക്കിഴങ്ങും ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ വെള്ളമില്ലാതെ ഒരു വഴറ്റിയെടുക്കാന്ന് വിചാരിച്ചേ. കാരണം അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആദ്യം കറിയെല്ലാം ഉണ്ടാക്കണ്ടേ. ഭയങ്കര ഇലായിരിക്കല്ലേ വരുന്നത്. കാരണം ഒരുപാട് ദൂരം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ആ പെണ്ണോട് പറഞ്ഞപ്പം മൂത്ത മോന് കൂട്ടൂല ഇത് മട്ടന്, ഞാനും കൂട്ടിയില്ല. അപ്പൊ ഞാൻ ആ പെണ്ണോട് പറഞ്ഞു, നീ പരിപ്പ് കറി വെച്ചോ, ഈ മട്ടൻ ഞാൻ കറി വെക്കാന്ന് പറഞ്ഞു. പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്കും അത് മതി. പിന്നെ ബാക്കി എല്ലാവരും മട്ടൻ കൂട്ടിക്കോളും. നമ്മളെ നാട്ടിലത്തെ സ്റ്റൈല് കറിയാ വെക്കുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കറി വെക്കുന്നത്. ഇന്നലെ ചിക്കനും അല്ലെങ്കിൽ രണ്ടെങ്കിലും ബിരിയാണി ഉണ്ടാക്കുക. ഞാൻ ബിരിയാണി ഉണ്ടാക്കിയില്ല. ഞാൻ ചിക്കനും നെയ്ച്ചോറും ഉണ്ടാക്കി. ചിക്കൻ കറിയും നെയ്ച്ചോറും ഉണ്ടാക്കി. പിന്നെ എനിക്ക് പ്രശ്നം തന്നെ, കാലിന്റെ ഭയങ്കര പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. എന്നുണ്ടെങ്കിൽ ഭയങ്കര വേദന എന്ന് പറഞ്ഞാലും സഹിക്കാൻ പറ്റാത്ത വേദന. ഇങ്ങനെ പഴുത്തിട്ട് ഇങ്ങനെ കുരുവെല്ലാം പഴുത്തിട്ട് വേദന എടുക്കും പോലെ വേദന എടുക്കുന്ന. കൂടുതൽ സമയം നിൽക്കാൻ പറ്റുന്നില്ല. ഭയങ്കര വേദനയാണ്. നിസ്കരിക്കാൻ പറ്റുന്നില്ല. നിസ്കാരത്തിൽ അത്തയ്യാത്തിന് ഇരിക്കുന്ന പ്രശ്നമില്ല. കുറച്ച് കാല് മുമ്പോട്ട് വെച്ചിട്ട് ഇരിക്കാന്ന് വിചാരിക്കാം. പക്ഷെ ഇടയിലിരുത്തത്തില് കാലിന്റെ മേലല്ലേ ഇരിക്കണ്ടേ. അപ്പം അങ്ങനെ പറ്റുന്നില്ല. കാലിന്റെ മേലെ ഇരിക്കാൻ വേണ്ടി പറ്റാം. അപ്പൊ ഞാൻ ഒരു കാലിന്റെ മേലെ ഇരുന്നിട്ടാ ഞാൻ നിസ്കരിക്കുക. പേടിയാണെന്ന്. ഇങ്ങനെല്ലാം ആയിട്ട് തന്നെയല്ലേ ഓരോരാളെ കാലെല്ലാം ഇങ്ങനെ മുറിച്ച് കളയുന്നതല്ല. എന്താന്നറിയില്ല. അതിന്റെ ഉള്ളില് പഴുത്തിട്ടുണ്ടോന്നറിയില്ല. ഇങ്ങനെ ചുവപ്പ് കളർ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ അടിക്കുന്നു. എന്റെ കറുത്ത കാലായിട്ട് തന്നെ ആ കളർ ഇങ്ങനെ നമുക്ക് ചുവപ്പ് കളർ ഇങ്ങനെ കാണുന്നു. ഇൻഷാ അല്ലാഹ് നമ്മള് വന്നിട്ടായിട്ടാകുമ്പോ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കണം. ഡോക്ടറെ അടുത്ത് പോയി നോക്കണം എന്തെങ്ങനെയെന്ന്. എന്നിട്ട് പിന്നെ എന്താ ഡോക്ടർ പറയുന്നു നോക്കാം. ഒന്ന് ആന്റിബയോട്ടിക് തന്നിട്ട് കുടിച്ചിട്ട് ഒന്നും ഒരു കുറവും ഇല്ല. വേദനയുടെ ഗുളികയും തന്നിരുന്നു, ആന്റിബയോട്ടിക്കും തന്നു, പുരട്ടാൻ ഒരു ഓയിൽമെന്റും തന്നിരുന്നു. പക്ഷെ എന്നിട്ട് ഒരു കുറവും ഇല്ല. നോക്കാം ഇൻഷാ അല്ലാഹ്. മോള് വരട്ടെന്ന് വിചാരിച്ച്. പിന്നെ മൂപ്പർക്ക് അത്ര ദൂരമൊന്നും വണ്ടി ഓടിച്ച് പോകാൻ വേണ്ടി പറ്റൂല. അപ്പൊ അവള് വന്നിട്ടായിട്ടാകുമ്പോ തന്നെ പോവാന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. ഇൻഷാ അല്ലാഹ്. കാല് മുറിച്ച് മാറ്റേണ്ട അവസ്ഥയിലേക്ക് എത്താതിരുന്നാൽ മതിയായിരുന്നു. പറ്റുന്നില്ല. അത്രയും വേദനയാണ് കാല്. വേദന എന്ന് പറഞ്ഞാല് ഇങ്ങനെ കുത്തി പറിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന വേദന. എന്താ സംഭവിച്ചെന്ന് ഒരു എത്തും പിടിയില്ല. അന്ന് ഡോക്ടർ പറഞ്ഞു അത് ഷുഗറിൽ ഇൻഫെക്ഷൻ ആയതെന്നാ പറഞ്ഞത്. പക്ഷെ ഷുഗറിൽ ഇൻഫെക്ഷൻ ആയത്. ഷുഗറും കുറവില്ല. ഷുഗർ ഇന്നലെ നോക്കുമ്പം 400 വെറും വയറ്റില്. പിന്നെന്താ ചെയ്യാ? ഞാൻ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനത്തെ എല്ലാം ഓരോരോ അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. അങ്ങനെ വേദന എടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനും ബേജാറും എല്ലാമാണ്. അല്ലാഹ് എത്രയും പെട്ടെന്ന് ഷഫിയാക്കി തന്നാൽ മതിയായിരുന്നു. കാല് മാത്രമല്ല, മേലൊട്ടാകെ ഓരോ സൈഡിൽ ഇങ്ങനത്തെ സൈഡില് ഇങ്ങനത്തെ എല്ലാം ഓരോ സ്ഥലത്ത് ഇങ്ങനെ വേദന തൊടുമ്പോ. എന്താന്നറിയില്ല. ഇങ്ങനെയാണ് കാര്യങ്ങള്. ഇൻഷാ അല്ലാഹ് നവംബറിൽ നാട്ടിൽ പോയിട്ട് തന്നെ ശരിക്കൊന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്.
ഇൻഷാ അല്ലാഹ് വിധി കൂട്ടിയാല്. മട്ടൻ കറിയും ചപ്പാത്തിയും. എന്താ ഈ കാല് ഭയങ്കര ചൊറിച്ചലാണ്. മുന്നേ വേദന ഉണ്ട്, പക്ഷെ ചെറിയ വേദന ഉണ്ട്, കൂടുതലില്ല. പക്ഷെ ഭയങ്കര ചൊറിച്ചലായത്. പിന്നെ ഇപ്പഴത്തെ കാലാന്ന് എനിക്ക് ഈ കാലാന്ന് ഭയങ്കര വേദന. വേദന പറഞ്ഞാൽ കുത്തിപ്പറിക്കും പോലെ ഇല്ല വേദന. എന്താ ചെയ്യാന്നൊന്നും അറിയില്ല. ഭയങ്കര വേദന, കല്ല് പോലെ ഉണ്ട് അവിടെ. അതവിടെ ആ തൊടുന്നിടത്ത്. മട്ടൻ കറിയും ചപ്പാത്തിയും ഉണ്ടാക്കാറുണ്ട്. ചപ്പാത്തി ഞാൻ ഉണ്ടാക്കൂല, എനിക്കറിയില്ല അവരെ ചപ്പാത്തി എങ്ങനെയാന്നില്ല. അപ്പം ചപ്പാത്തി ആ പെണ്ണുണ്ടായിക്കോളും. മോന്റെ മോള് എല്ലാ പണിയൊക്കെ എടുക്കും. മൂപ്പർക്ക് ചപ്പാത്തി കൊണ്ടെങ്കിൽ ആ പെണ്ണ് തന്നെയാണ്. മൂപ്പർക്ക് പിന്നെ ചപ്പാത്തി ഇല്ലാണ്ട് പിന്നെ കളിയില്ല. ചപ്പാത്തി തന്നെ ഫുൾ ടൈം ചപ്പാത്തി തന്നെ തിന്നാല്. 3 നേരം ഒരു ചപ്പാത്തി തന്നെ തിന്നാ. രാവിലെ രാത്രി ഉച്ചക്ക് 3 നേരം ചപ്പാത്തി. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയായിരിക്കും ഇവർ ഈ ചപ്പാത്തി തിന്നുന്നത്. അന്ന് നല്ല സോഫ്റ്റ് ചപ്പാത്തി എന്നിട്ടാ, നമ്മളെ പൊറോട്ട പോലത്തെ ചപ്പാത്തി. അത്രയും ഭയങ്കര വലിപ്പം. പൊറോട്ടക്ക് അത്ര വലിപ്പം ഇല്ല, പക്ഷെ ഇത് വലിയ വലിപ്പം. പൊറോട്ടന്റെ അത്ര തടിയുണ്ട് ചപ്പാത്തി. ഒരു പാകിസ്ഥാൻ ആട്ടയാണ് മൈദ, അതിനെ കൊണ്ടാ ചൂടുക. ഇൻഷാ അല്ലാഹ് എല്ലാരും ദുആ ചെയ്യണം. ഓക്കെ, എന്റെ കാലിന്റെ ഇതൊന്ന് മാറി കിട്ടാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. വേദന എടുക്കുമ്പോ ഭയങ്കര പേടിയാവുന്നു. ഇപ്പൊ തന്നെ കാലിങ്ങനെ കുത്തി പറിക്കുന്നുണ്ടേന്ന് നിന്നിട്ടാകുമ്പോ. ഒരു കാല് ഭയങ്കര ചൊറിച്ചല്, തടിപ്പുണ്ട്, പക്ഷെ ഭയങ്കര ചൊറിച്ചല്. ചെറിയ വേദനയുള്ളൂ, പക്ഷെ എടുത്തേ കാല് ചൊറിച്ചലില്ല, പക്ഷെ ഭയങ്കര വേദന, തടിപ്പ്. ഇങ്ങനെ ഉള്ളൊന്ന് ഇങ്ങനെ ഇതാക്കും പോലെ ഇല്ല വേദന. ഞാൻ വിചാരിക്കുന്ന പഴുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതിന്റെ അകത്ത്, ഇറച്ചിയാമട്ട. അല്ലാണ്ട് ഇങ്ങനെ വേദന എടുക്കൂല. ഇങ്ങനെയാണ് കാര്യങ്ങള്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളെല്ലാവരും ദുആ ഉണ്ടാവണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.